ജില്ലയുടെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക്, കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 15ാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഫെഡറലിസം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ നാം വിജയിച്ചിട്ടില്ല. GST സംവിധാനം നടപ്പിലായതോടുകൂടി എല്ലാ വരുമാന മാർഗവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഫണ്ട് ലഭിക്കേണ്ട ഏക സ്രോതസ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കുകയാണ്. ഈ ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള 1,20,000 കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിന്റെ കൈവശമാണ്. കേന്ദ്ര വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തിന്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കണം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടാകും. ചെലവ് ചുരുക്കാൻ എന്ന പേരിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാട്. വിവിധങ്ങളായ സാമൂഹ്യ സാംസ്കാരിക വിശ്വാസ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ. അതിനാൽ തന്നെ നിലവിലെ ഫെഡറൽ സംവിധാനത്തെ ഈ നിലപാട് അട്ടിമറിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീന്റെ മേലുള്ള ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച കൊടും ക്രൂരതയ്ക്ക് ഇന്നേക്ക് 1 വർഷമാകുന്നു. ഈ അധിനിവേശ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇരകളായ ഫലസ്തീനൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഭീകരമായ ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് പ്രത്യക്ഷമായ കാപട്യവും മനുഷ്യത്വ രഹിതമായ സമീപനവുമാണ്. ഈ നടപടി അടിയന്തരമായി കേന്ദ്രം അവസാനിപ്പിക്കാൻ കേരള നിയമസഭ പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം ഉയർന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഒരു തലമുറയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാവേണ്ടത്. അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമായിരിക്കണം. അധ്യയന സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കണം. നിലവിലുള്ള വിദ്യാലയങ്ങൾ വൈകിട്ട് 6 മുതൽ 8 വരെ നൈപുണ്യ വികസനത്തിനാവശ്യമായ പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല, നിലവിലെ സ്ഥാപനങ്ങളുടെ ആസ്തി സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടും. സർക്കാർ സ്കൂളുകളിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിന്റെ 20% സർക്കാർ സ്കൂളുകളിലെ BPL കുട്ടികൾക്ക് നൽകും വിധത്തിൽ നിയമം നടപ്പിലാക്കണം. ഓരോ വിദ്യാലയങ്ങളിലും കൗൺസിലിംഗ് സംവിധാനം നിർബന്ധമാക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സീറ്റ് ലഭ്യതയും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒട്ടും ആനുപാതികമല്ല. ഇക്കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് ആകെ 9,760 സീറ്റുകളിലേക്ക് വന്ന അപേക്ഷകൾ 67,000 ആണ്. ആവശ്യമായ സീറ്റിന്റെ വെറും 16%. വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതെ വരികയും അവരുടെ അഭിരുചിക്ക് യോജിക്കാത്ത കോഴ്സുകളിൽ ചേരേണ്ടി വരികയും ചെയ്യുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണ്. തുടർ പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഏറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടും വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടും പുറമേ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 200% വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവരെ എല്ലാ നിലക്കും സുരക്ഷിതരാക്കുന്ന സാമ്പത്തിക പിന്തുണ നൽകേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ കാലങ്ങളായുള്ള നിരുത്തരവാദപരമായ ഈ സമീപനത്തിന്റെ ഇരകളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ എടുത്ത എല്ലാ വിദ്യാഭ്യാസ ലോൺ ബാധ്യതകളും മുഴുവനായി എഴുതി തള്ളേണ്ടതാണ്.
ആഗോള വിദ്യാഭ്യാസ നയ വി ആർ വൺ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകളും നയരേഖയും കരട് രൂപമായി പൊതുജന ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി അവതരിപ്പിക്കുന്നത്. ആശയവും പ്രയോഗവും എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക നീതി, വിശ്വാസം, ആരാധന എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നിങ്ങനെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള സുപ്രധാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക മുന്നേറ്റമാണ് അടിസ്ഥാനപരമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ലക്ഷ്യം വെക്കുന്നത്. ഈ ഭരണഘടന ധാർമ്മികതയിൽ ഊന്നിയാണ് ഇന്ത്യ അതിൻ്റെ ജീവിത ദർശനവും ലോക ദർശനവും രൂപീകരിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൽ ലോകത്തെ ദർശിക്കുമ്പോൾ മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇന്ത്യൻ ജനാധിപത്യം 1973 ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് അപകടകരമായ ഈ പ്രവണതയിൽ ഇത്രയും നീണ്ടകാലം ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, സ്വതന്ത്ര കോടതികൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നീ സംവിധാനങ്ങൾക്കുണ്ടായ അപജയം നിയമവാഴ്ച സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കും. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള ഒരു കാവൽ ഇന്ന് ആവശ്യമാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനവും നമ്മുടെ മുഖ്യ ഘടകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്നിട്ട് നാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പോഷകാഹാര ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ശുദ്ധജലം, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസം, തൊഴിൽ, അന്തസ്സോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം എന്നിവയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 50% ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. രാഷ്ട്രീയ നയം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കുന്ന സാമൂഹ്യ നയമാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടേത്. ഈ ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ഭരണഘടനാ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ആവശ്യമായ ജനാധിപത്യ ബോധവും സോഷ്യൽ മൂവ്മെന്റും കെട്ടിപ്പടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കടമ. അതിനുവേണ്ടിയുള്ള പൗരസമൂഹ നിർമ്മിതിയാണ് കാര്യപരിപാടിയുടെ കാതൽ. ഈ ലക്ഷ്യത്തിലേക്ക് പൗരസമൂഹത്തെയും സാമൂഹ്യ മുന്നേറ്റങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് നമ്മുടെ രീതി. ഇതിനായി ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ശാസ്ത്രീയ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മുന്നോട്ട് വയ്ക്കുന്നത്. കേരള തനിമ നമ്മുടെ കേരളത്തിലൂടെ മാനവ വികസന സൂചികയിലെ എല്ലാ തലങ്ങളിലും അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതിക സാഹചര്യങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മപരിശോധനയ്ക്കും സ്വയം പുതുക്കലിനും വിധേയമായാൽ നമുക്കത് ബോധ്യമാകും. ഭൂമിശാസ്ത്രപരമായി ഐക്യപ്പെട്ടതാണെങ്കിലും സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക തലങ്ങളിൽ കേരളം പല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിഭജനം കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന പദം അർത്ഥശൂന്യമാകും. 1956-ലേതിനേക്കാൾ കേരളീയ സമൂഹം ജാതി, മതം, കക്ഷി രാഷ്ട്രീയം, സാമൂഹ്യ സാമ്പത്തിക നിലവാരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കടുത്ത അസമത്വം നേരിടുകയാണ്. നമ്മുടെ തലമുറയിൽ വലിയൊരു വിഭാഗം ലഹരിയുടെയും ചൂതാട്ടത്തിന്റെയും
മറ്റൊരു വിഭാഗം സുഖാസ്വാദനങ്ങളുടെ മാത്രം പിറകെ പോകുന്നു. സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലാതായി തീർന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും വക്കം മൗലവിയും ചാവറ അച്ഛനും പൊയ്കയിൽ അപ്പച്ചനും പ്രകാശം പരത്തിയ ഒരു നാടാണ് നമ്മുടെ കേരളം. അവരുണ്ടാക്കിയ എല്ലാ പകിട്ടിനും നമ്മുടെ തലമുറ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ സമഗ്രമായ ഒരു പുനർനിർമ്മാണവും പരിഷ്കരണവും നമുക്ക് അത്യാവശ്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യം ജനങ്ങളുടെ കൈകാര്യ കർത്തൃത്വത്തിൽ നിക്ഷിപ്തമാക്കലാണ്. അതിലേക്കായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണ്. സാമൂഹ്യനീതി ജാതി സെൻസസിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വിഭവ വിതരണത്തിനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനും ഉദ്യോഗ രംഗങ്ങളിലും ആനുപാതികമായി നൽകപ്പെട്ടിട്ടില്ല. ഇത് പരിഹരിക്കാൻ ജാതി സെൻസസ് നടത്തി ലഭിക്കുന്ന വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന സംവിധാനം ഉണ്ടാവണം. പ്രവാസി വോട്ടവകാശം. പ്രവാസികൾ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ്. പ്രവാസ ജീവിതം ഒരാൾ ആരംഭിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങളിലൂന്നിയാണെങ്കിലും പ്രവാസികൾ സമൂഹത്തിന്റെ പ്രതീക്ഷയും കൈത്താങ്ങുമാണ്. അവർക്ക് പക്ഷേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ മുഖ്യ ഘടകമായ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാവാൻ സാധിക്കാറില്ല. തൊഴിൽ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രവാസി വോട്ടവകാശം പരിപൂർണമായി നടപ്പിൽ വരുത്തണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതാതു രാജ്യങ്ങളിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യാനുള്ള ഈ ബാലറ്റ് സംവിധാനം നടപ്പിലാക്കണം. മലബാറിനോടുള്ള അവഗണന. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ കേരളത്തിന്റെ പകുതിയോളം വരുന്ന പ്രദേശമാണ് മലബാർ. ചരിത്രപരമായ കാരണങ്ങളാൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ ഈ പ്രദേശം തിരുകൊച്ചിയേക്കാൾ വളരെ പുറകിലായിരുന്നു. എന്നാൽ ഇന്നും അത്തരമൊരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ജനാധിപത്യ സർക്കാരുകൾ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം. തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നുള്ള ദൂരം കൂടുന്തോറും വികസനം കുറവ് മതി എന്ന ചിന്തയാണെന്ന് തോന്നുന്നു അധികൃതരെ എന്നും നയിച്ചത്. എൻഡോസൾഫാന്റെ പേരിൽ മാത്രം മാധ്യമങ്ങളിൽ നിറയാനുള്ള അവസ്ഥ കാസർഗോഡിനുണ്ടായത് അങ്ങനെയായിരിക്കാം. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ ചെറിയ അന്തരമേ ഉള്ളൂ എങ്കിലും വികസനത്തിന്റെ ഏതു മാനദണ്ഡത്തിലും തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള അന്തരം എത്രയോ ഭീമമാണ്. വ്യവസായ, കാർഷിക, സാമ്പത്തിക, വാണിജ്യ, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാംസ്കാരിക, കായിക, ഗതാഗത മേഖലകളിലെല്ലാം ഈ അന്തരം പ്രകടമാണ്. സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യത്തിലും മലബാറിന്റെ അവസ്ഥ വളരെ മോശമാണ്. ജില്ലകളുടെ വിഭജനം. ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 1957 മലബാർ ജില്ലയെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകളാക്കി വിഭജിച്ചു. പലവിധ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ 14 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 45 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകളും കൂടിയുള്ളതിനേക്കാൾ ജനസംഖ്യയുണ്ട് മലപ്പുറത്ത്. ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ തലവനാണ് ജില്ലാ കളക്ടർ. 3 കളക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ ഒരു കളക്ടറുടെ മേശപ്പുറത്ത് വരുന്നത്. ത്രിപുര, മേഘാലയ, മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിന്റെ താഴെത്തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ്. റവന്യൂ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവൽ മുതൽ
ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ കുറവ് കാണാം. എല്ലാ അധ്യയന വർഷങ്ങളുടെയും തുടക്കത്തിൽ +1 അഡ്മിഷൻ വിവാദങ്ങൾക്കിടയിൽ മാത്രമാണ്. ഈ ആണെങ്കിലും വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ്. വനിതാ പ്രാതിനിധ്യ ബിൽ എത്രയും വേഗം വരും തെരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ നയം. സ്ത്രീകളുടെ സർക്കാർ അംഗീകൃത കൂട്ടായ്മകളാണ് കുടുംബശ്രീയും അംഗനവാടി തൊഴിലുറപ്പ് പദ്ധതി സേവകരും. എന്നാൽ അത്തരം സ്ത്രീകളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും വിധത്തിൽ അതിനെ ഒരു ഭരണവർഗ രാഷ്ട്രീയ സംവിധാനമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല. ഇത്തരം സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമായി പ്രഖ്യാപിക്കണം. സഹകരണ പ്രസ്ഥാനങ്ങൾ, സാധാരണക്കാരുടെ സ്ഥാപനം എന്നറിയപ്പെടുന്ന സഹകരണ പ്രസ്ഥാനം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ചൂഷണോപാധിയായി മാറിക്കഴിഞ്ഞു. സഹകരണ ബാങ്കുകളിലെ പുറത്തുവരുന്ന തട്ടിപ്പ് കേസുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ RBI നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നിപുണരായവരെ നിയമിക്കുകയും പാർട്ടി നിയമനങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും PSCയിലൂടെ നടപ്പിലാക്കേണ്ടതുമാണ്. പൊതുമരാമത്ത് വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ വൻകിട ലേബർ സൊസൈറ്റികൾക്ക് നിലവിലുള്ള ഇളവുകൾ കാരണം ചെറുകിട കരാറുകാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. ഈ വിഷയത്തിലും ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. PSC പുതിയ നിയമം വേണം. പ്രതിവർഷം 40,000-ലധികം ഉദ്യോഗാർത്ഥികളെ പരീക്ഷ കൈകാര്യം ചെയ്യപ്പെടുന്ന നിയമമുണ്ടാകണം. ഈ അവസ്ഥ മാറി വിശ്വാസികളുടെ വോട്ടർ പട്ടിക പ്രകാരം വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന മതവിശ്വാസ ബോർഡുകൾ ഉണ്ടാകണം. രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസ സ്ഥാപനങ്ങളിലൊന്നായ ശബരിമലയുടെയും അതുപോലെ കേരള വഖഫ് ബോർഡിന്റെയും ഭരണ ഉത്തരവാദിത്വം അതാത് മതവിശ്വാസികളല്ലാത്തവർ കൈയാളുന്ന അവസ്ഥയ്ക്ക് അടിയന്തിരമായ മാറ്റം വരണം. സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിലപാടുകളെ നിയന്ത്രിക്കും വിധം സർവ്വസാധാരണമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ചെറിയ പരാമർശങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടത് മത നേതാക്കളുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ്. കായികം എല്ലാ പഞ്ചായത്തിലും ഒരു മിനിറ്റിലേക്കും മാത്രം കൊണ്ടുചെന്നെത്തിക്കുകയും കുടുംബം, സമൂഹം എന്നിവിടങ്ങളിൽ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങളെ വിസ്മരിപ്പിക്കുകയും അതുവഴി യുവതയെ നിർവീര്യമാക്കുകയുമാണ് കുത്തകകളുടെ സാമ്പത്തിക ഉദാരവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിർലോഭമായ ഓഫറുകൾ നമുക്ക് ചുറ്റിലും ലഭ്യമാകുന്നത്. നിയന്ത്രണമില്ലാതെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെട്ടാൽ ചരിത്രത്തിലെ വിനാശകരമായ അവസ്ഥയായി ഇത് മാറും. കോവിഡ് കാലഘട്ടത്തിലാണ് പഠനാവശ്യങ്ങൾ എന്ന പേരിൽ സ്മാർട്ട് പദ്ധതിന് ഗുണകരമല്ല എന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള വിലയിരുത്തുന്നു. ഉപസംഹാരം: അഭിപ്രായ ഭിന്നതകൾക്ക് മനുഷ്യോൽപത്തിയുടെ പ്രായമുണ്ട്. അവയെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് പൊതുനന്മയ്ക്കായി അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.